കാവൽക്കാരൻ എന്തൊക്കെ ചെയ്യണം, അവൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്പർ 1, വിജിലൻസ് ആൻഡ് അലേർട്ട്നെസ്. നമ്മൾ ഓരോരുത്തരും വി ഹാഡ് ടു ബി വിജിലൻ്റ്. എന്താണ്? ജാഗ്രതയുള്ളവരായിരിക്കണം, ജാഗരൂകരായിരിക്കണം. 2, അലേർട്ട്, ഉണർന്നിരിക്കണം. ഒരു വാച്ച്മാനെ സംബന്ധിച്ചോളം പൊട്ടൻഷ്യൽ ത്രെറ്റ്സ്, ഏത് സമയത്തും ഒരു അപകടം വരാം, ഏത് സമയത്തും ഒരു ദുരന്തം ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യണം? വളരെ സ്പിരിച്വലി യു നീഡ് ടു ബി വിജിലൻ്റ് ആൻഡ് വാച്ച്ഫുൾ, അല്ലേ? നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ വളരെ ജാഗ്രതയുള്ളവരും വളരെ ഉണർവുള്ളവരുമായിരിക്കണം. കാരണം ഏത് സമയത്തും ശത്രു വരാം, ഏത് സമയത്തും, അല്ലേ, ഒരു ദുരന്തം ഉണ്ടാവാം. ഒരു മുന്നറിയിപ്പ് മുൻകൂട്ടി കൊടുക്കേണ്ടവരാണ് നമ്മളെങ്കിൽ അത് നമ്മൾ അത്രയും സ്പിരിച്വലി നമ്മൾ വാച്ച്ഫുൾ ആവണം. ഇനി എന്തിനൊക്കെ എതിരെ നമ്മൾ വാച്ച്ഫുൾ ആവണമെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ പറയാം. വി ഷുഡ് ബി വാച്ച്ഫുൾ, വി ഷുഡ് ബി സോ അലേർട്ട് എഗൻസ്റ്റ് ഇൻഫ്ലുവൻസസ്. നമ്മുടെ മേൽ പല സ്വാധീനങ്ങളുണ്ടാവും, ശരിയല്ലേ? ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ മേൽ ആലോചിച്ച് നോക്കി, എന്തുമാത്രം സ്വാധീനങ്ങളാണ് അവർ നേരിടേണ്ടി വരുന്നത്. അവരുടെ പിയേഴ്സ്, അവരുടെ ഫ്രണ്ട്സ്, അവർ ആയിരിക്കുന്ന അവരുടെ ക്യാമ്പസിൽ പ്രത്യേകിച്ച് അതെല്ലാം ഒത്തിരി അവരെ സ്വാധീനിക്കുന്നു. അപ്പോൾ ആ സ്വാധീനങ്ങളിൽ വീഴാതെ അവരെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ എത്രമാത്രം അവർ അലേർട്ടായിരിക്കണം. ആലോചിച്ച് നോക്കി, യോസേഫിൻ്റെ പ്രശ്നം എന്തായിരുന്നു? താനൊരു വീട്ടിൽ നല്ലൊരു ജോലിക്കാരനായിട്ട് വീട്ടുകാരന് ഭയങ്കര വിശ്വാസമായി, കാര്യമെല്ലാം പുള്ളി അങ്ങ് ഏൽപ്പിച്ചു. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം, അവിടെ ഒരു സ്വാധീനം, ഒരാൾ സ്വാധീനിക്കാൻ വന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു? ഇറങ്ങി ഓടേണ്ടി വന്നു.